ഇന്ന് കണ്ട സിനിമയാണ് മാർക്കോ. ഞാൻ സത്യം പറഞ്ഞാൽ ഇനി ഇങ്ങനെ സിനിമയ്ക്കൊന്നും റിവ്യൂ പറയണ്ടെന്ന് വിചാരിച്ചിരുന്ന ഒരാളാണ്. പക്ഷെ ഇങ്ങനൊരു സിനിമ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാ റിവ്യൂ പറയാതിരിക്കുക? ഈ പടം കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ഉണ്ണി മുകുന്ദൻ്റെ ഫാനായിപ്പോയി. ഈ വർഷം ഞാൻ കാണുന്ന 87ാമത്തെ സിനിമയാണ് മാർക്കോ. ഇതിൽ ഭൂരിപക്ഷം തിയേറ്ററിലാണ് കണ്ടിട്ടുള്ളത്. മലയാളത്തിൽ ഇറങ്ങുന്ന സിനിമ കഴിവതും തിയേറ്റർ തന്നെയാണ് കാണാറ്. ആദ്യ ദിവസം തന്നെ, വെള്ളിയാഴ്ച തന്നെ കാണാറുണ്ട്. 2024 എന്ന് പറഞ്ഞ ഈ വർഷം ഇതുവരെ കണ്ട സിനിമകളിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സിനിമ ഇതാ, മാർക്കോ. ഹനീഫ് അദേനി ഇതിനു മുമ്പ് സംവിധാനം ചെയ്ത 3 സിനിമകളും തിയേറ്ററിൽ കണ്ടിട്ടുള്ള ഒരാളാണ്. 2017 മമ്മൂക്ക ചിത്രമായ ദ ഗ്രേറ്റ് ഫാദറിലൂടെയാണ് അദ്ദേഹം ഡെബ്യൂ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നിവിൻ പോളിയെ വെച്ചിട്ട് മിഖായൽ എന്ന് പറഞ്ഞ സിനിമ ചെയ്തു. അതുപോലെ തന്നെ രാമചന്ദ്ര ബോസ് ആൻഡ് കോ എന്ന് പറഞ്ഞ സിനിമയും കഴിഞ്ഞിട്ട് അത് ഹനീഫ് അദനിയുടെ 4ാമത്തെ സിനിമയാണിത്, മാർക്കോ. ഉണ്ണി മുകുന്ദൻ എന്ന് പറഞ്ഞ ആക്ടറുടെ ഇതുവരെയുള്ള വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ആണ്. അത് ആക്ടിങ് വൈസ് ആണെങ്കിലും ശരി, അതോടൊപ്പം തന്നെ ഫൈറ്റുകൾ ഗംഭീരം എന്നല്ല. അതായത് ഇതിൻ്റെയൊക്കെ ഫൈറ്റ് കോറിയോഗ്രാഫി എന്ന് പറയുന്നത് ഒരു മലയാള സിനിമയിൽ നിന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മുകളിലാണ് അത് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ മേക്കിങ്ങും അതിൻ്റെ മ്യൂസിക്കും അതിൻ്റെ ഫൈറ്റ് കോറിയോഗ്രാഫിയും, ഇത് ശരിക്കും പറഞ്ഞാൽ ലിറ്ററലി പറയുകയാണെങ്കിൽ ഇതാണ് യഥാർത്ഥത്തിലുള്ള പാൻ ഇന്ത്യൻ സിനിമ. ഇതിനു മുൻപ് നമ്മൾ ബോളിവുഡിൽ ആനിമൽ എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു. അൾട്ടിമേറ്റ് വയലൻസ് എന്ന് വിചാരിച്ചിരുന്ന, ഇന്ത്യൻ സിനിമയിലെ വയലൻസിൻ്റെ തന്നെ അങ്ങേയറ്റം എന്ന് വിചാരിച്ചിരുന്നൊരു സിനിമയായിരുന്നു അനിമൽ. കില്ല് എന്ന് പറഞ്ഞൊരു സിനിമയിലും പറഞ്ഞ മാതിരി ഈ വയലൻസിൻ്റെ ഒരു പരിധി വരെ നമ്മൾ കണ്ടിരുന്നു. ഞാൻ ഇത്ര എക്സ്പെക്റ്റ് ചെയ്തിരുന്നില്ല. അതായത് എനിക്കിതിൽ ഏറ്റവും കൂടുതൽ എന്നെ ഹുക്ക് ചെയ്യുന്നത്, സിനിമ തുടങ്ങി 5 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ അതിൻ്റെ സ്റ്റോറിയിലേക്ക് നമ്മൾ ഇന്നാവുകയാണ്. വിത്തിൻ ഒരു 5 മിനിറ്റ്സ് നമ്മൾ അതിൻ്റെ ഒരു ഹുക്കിംഗ് പോയിന്റിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഏറ്റവും കൂടുതൽ എന്നെ അട്രാക്ട് ചെയ്തത് ആ വയലൻസോ ഫൈറ്റ് എന്നതിലുപരി അതിൻ്റെ സ്റ്റോറിയാണ്. ആ സ്റ്റോറിയാണ് എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തിരിക്കുന്നത്. സ്റ്റോറി ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, വളരെ ഇമോഷണലി ടച്ചിങ് ആയിട്ടുള്ളൊരു സ്റ്റോറി ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, ഇതിൽ വില്ലന്മാർ കാണിച്ചു കൂട്ടുന്ന വില്ലത്തരത്തിൻ്റെ അങ്ങേയറ്റാണ് അവർ. അപ്പോൾ അതിനപ്പുറത്ത് നിൽക്കുന്നൊരു നായകനുണ്ടെങ്കിൽ അത് ഏൽക്കുള്ളൂ. അത് ഇവിടെ ഇതിനകത്ത് ഉണ്ണിമുകുന്ദൻ്റെ മാർക്കോ എന്ന് പറഞ്ഞ ക്യാരക്ടർ അത് ഡെലിവർ ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ ഹനീഫ് അദനിൻ്റെ ഏറ്റവും ബെസ്റ്റ് മൂവിയാണ് മാർക്കോ. ഉണ്ണിമുകുന്ദൻ്റെ ആദ്യത്തെ ആ ഒരു ഇൻട്രോ സീനിൽ അദ്ദേഹത്തെ കാണിക്കുന്ന ആ ഒരു പോയിന്റ് മുതൽ ശരിക്കും നമ്മളങ്ങോട്ട് ബിലീവ് ചെയ്യണം, ഹീ ഈസ് മാർക്കോ, ഇതാണ് മാർക്കോ. നമുക്ക് ആ ക്യാരക്ടറിനോടൊരു വല്ലാത്തൊരു ഇഷ്ടം തോന്നുകയാണ്. അത് അൾട്ടിമേറ്റിൽ പെർഫോമൻസിലൂടെ തന്നെ അത് പെർഫെക്റ്റായിട്ട് ഡെലിവർ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അതിന് എനിക്ക് ഒരുപാട് സ്നേഹം. എപ്പോഴെങ്കിലും കാണുകയാണെങ്കിൽ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാൻ തോന്നുന്ന രീതിയിലുള്ളൊരു സ്നേഹം. നമ്മൾ ഏതൊരു സിനിമ നമ്മൾ കാണുകയാണെങ്കിൽ നമുക്കതിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു നെഗറ്റീവോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു പോർഷൻസോ സീക്വൻസോ പരിപാടികളോ എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. പക്ഷേ ഇതിനകത്ത് പറഞ്ഞാൽ കുറ്റം എന്നല്ല, അത് നമുക്ക് നെഗറ്റീവായിട്ട് ചിന്തിക്കാനുള്ള ഒരു സ്പേസ് പോലും ഇല്ലാന്ന്. ആദ്യത്തെ ആ ഒരു ഷോട്ട് മുതൽ അവസാനം വരെ എനിക്ക് 100% 100% സാറ്റിസ്ഫാക്ഷനാണ് ഈ സിനിമ കണ്ടിട്ട് കിട്ടിയിരിക്കുന്നത്. അത് ഭയങ്കര റെയറാണ്, വളരെ റെയറായിട്ടുള്ള ഒരു ചാൻസാണ്. നമുക്ക് എത്ര തന്നെ ഒരു സിനിമ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോഴും നമുക്ക് അവിടെ ആ ഏരിയ കുറച്ച് ഇഷ്ടപ്പെട്ടില്ല, ഈ ഏരിയ ഇഷ്ടപ്പെട്ടില്ല, അങ്ങനെയൊക്കെ ചില ഇതുകളൊക്കെ ഉണ്ടാകും. പക്ഷേ ഇതിനകത്ത് നെഗറ്റീവായിട്ട് ഒന്നും തന്നെ പറയാനില്ല, ഒന്നും കണ്ടെത്താനും സാധിച്ചിട്ടില്ല. 100% സാറ്റിസ്ഫാക്ഷൻ. മിക്കവാറും നാളെ ഒന്നുകൂടി കയറും. വ്യക്തിപരമായിട്ട് എനിക്ക് എടുത്ത് പറയത്തക്ക രീതിയിലുള്ള ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ ഒരു ആക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇതിനു മുൻപ് അങ്ങനെ അധികം നോട്ട് ചെയ്തിട്ടില്ല. അത് ഷമ്മി തിലകൻ്റെ മകനാണ്, ഒരു വില്ലൻ ക്യാരക്ടറായിട്ട് വരുന്ന ഒരാളാണ്. എനിക്ക് ഈ മനുഷ്യനൊക്കെ ഇത്രയും നാളെ എവിടെയായിരുന്നു? ഒരു പെർഫെക്റ്റ് കാസ്റ്റിംഗ്, പെർഫെക്റ്റ് പെർഫോമൻസ്. മാൻ, യു ജസ്റ്റ് നെയിൽഡ് ഇറ്റ്.
പിന്നെ പടം തുടങ്ങുമ്പോൾ തന്നെ ഉള്ള സീക്വൻസിൽ കാണിക്കുന്ന നമ്മുടെ 2 ആക്ടേഴ്സിനെ കാണിച്ചു. അതിൽ ഒരാൾ, എനിക്ക് ഇവരാരും പേരുകളൊന്നും അറിയില്ല. അതിൽ ഒരാൾ ആനന്ദ് ശ്രീബാല എന്ന് പറഞ്ഞ സിനിമയിൽ വില്ലനായിട്ട് വന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു 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 ഷോട്ടിലൂടെ അല്ലെങ്കിൽ ഒരു സീനിലൂടെയാണ് പടം തുടങ്ങുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ ആ സീനിലുണ്ടായിരുന്ന ബ്ലൈൻഡ് ക്യാരക്ടർ ചെയ്ത ആ ആക്ടർ സൂപ്പർബ് 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 അടിപൊളി അടിപൊളി പെർഫോമൻസ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയോട് എനിക്ക് ഒരു പരിധിയിൽ കൂടുതൽ ഇഷ്ടം തോന്നാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, വെറുതെ ഇങ്ങനെ അതിലിങ്ങനെ വയലൻസ് ഇങ്ങനെ കാണിക്കുന്നു അങ്ങനത്തെ ഇതല്ല അത്. എന്തുകൊണ്ടാണ് അവിടെ അത് വളരെ അധികം നമുക്ക് ശരിക്കും തോന്നിപ്പോവും. ഇങ്ങനെ ഈ ഈ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അത്രയെങ്കിലും ചെയ്യണ്ടേ? അല്ലെങ്കിൽ മിനിമം അതിനപ്പുറം ചെയ്യണ്ടേ എന്നുള്ള രീതിയിലാണ് നമുക്ക് തോന്നുന്നത്. നമ്മുടെ ആഗ്രഹം ആണ് അതിലെ ആ ഹീറോ നിറവേറ്റുന്നത്. ആ വില്ലൻ ക്യാരക്ടേഴ്സിനോടുള്ള. അതങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ വയലൻസിനോട് 100% ജസ്റ്റിഫൈ ചെയ്യുന്നത് അല്ലെങ്കിൽ നീതി പുലർത്തുന്ന രീതിയിലുള്ള ഒരു സ്റ്റോറി ലൈനാണത്. ഒരു ത്രെഡാണത്. അത് അങ്ങനെ തന്നെ ഡെലിവർ ചെയ്യാൻ പറ്റുള്ളൂ. അത് 100% അങ്ങനെ തന്നെ ഡെലിവർ ചെയ്തിട്ടുണ്ട്. ഒരു കോംപ്രമൈസും ചെയ്യാതെ. ഈ സിനിമയ്ക്കകത്ത് ഒരുപാട് ക്ലീഷേഴ്സ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പറയുകയാണെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ക്ലീഷേഴ്സ് ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒരു ബ്രില്യൻറ്റ് പ്ലേ ആണ്. അത് ആ മേക്കേഴ്സിൻ്റെ ഒരു ബ്രില്യൻസ് ആയിട്ട് പറയുന്നു. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ പടം കഴിഞ്ഞ് എല്ലാം ലാസ്റ്റ് ക്ലൈമാക്സ് എല്ലാം കഴിഞ്ഞ ഒരു ടെയിൽ എൻഡ് പോർഷൻ ഉണ്ട്. അവിടെ അവർ ക്ലീഷ ബ്രേക്ക് ചെയ്തു. സാധാരണ ഇങ്ങനെയുള്ള പടങ്ങളിൽ മാർക്കോ 2 എന്നൊക്കെ പറഞ്ഞ് എഴുതി കാണിക്കും. മീൻസ് നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്. ഇപ്പോൾ കാണിക്കും, വരുമല്ലോ. അതാണല്ലോ ഇപ്പോഴത്തെ ഒരു പരിപാടി. ലാസ്റ്റ് പാർട്ട് 2 എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. ഇത് അങ്ങനെയൊന്നും എഴുതി കാണിച്ചിട്ടില്ല. പക്ഷേ അവിടെ ഒരു സംതിങ് ഇട്ടിട്ടുണ്ട്. അതെന്താണെന്നുള്ളത് സിനിമ കാണുമ്പോൾ അറിയാം. ഈ അടുത്ത് മലയാളത്തിൽ ഇറങ്ങിയ 2 സിനിമകൾ എനിക്ക് കോട്ട് ചെയ്യാനുണ്ട്. അതൊന്ന് ജോജു ജോർജിൻ്റെ പണി എന്ന് പറഞ്ഞ സിനിമയാണ്. അതുപോലെ തന്നെ രണ്ടാമത്തത് മുസ്തഫയുടെ മുറ എന്ന് പറഞ്ഞ സിനിമയാണ്. ഈ 2 സിനിമയ്ക്കകത്തും ഒരു സിംഗിൾ സീനിൽ ഇങ്ങനെ നമ്മൾ മലയാള സിനിമയിലൊക്കെ ഇതുവരെ കണ്ടിട്ടില്ലാത്തതിൻ്റെ ഒരു അങ്ങേ അറ്റത്ത് ഉള്ള ഒരു അൾട്ടിമേറ്റ് വയലൻസ് ഈ 2 സിനിമയിലും ഓരോ സീനിൽ വീതം വന്നു പോകുന്നുണ്ട്. അതെന്താണെന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നില്ല. അത് സിനിമ കണ്ടവർക്ക് അറിയാം. അതിപ്പോൾ ഈ പറഞ്ഞ മാതിരി ബോംബ് വെച്ച് പൊട്ടിക്കുന്നതാണ് ശരി, അല്ലെങ്കിൽ എന്താ പറയുക, ഇങ്ങനെ ഇങ്ങനെ എടുക്കുമല്ലോ, അത് പറയാൻ കഴിയില്ല, വീഡിയോയിലൂടെ പറയാൻ കഴിയില്ല. അത് സിനിമ കണ്ടവർക്ക് അറിയാം. അങ്ങനെയുള്ള സീക്വൻസുകളൊന്നും നമ്മളൊരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. നമ്മളിങ്ങനെ ഒരു മലയാള സിനിമയിലെ തിയേറ്ററിൽ നമ്മൾ കാണുന്നത് എത്രയൊക്കെ സർട്ടിഫിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞാലും. പക്ഷേ അത് രണ്ടും പണിയിലും കണ്ടു, മുറയിലും കണ്ടു. ഇവിടെ ഈ സിനിമയ്ക്കകത്ത് ഔട്ട് ആൻഡ് ഔട്ട് ഈ നമ്മൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ അപ്പുറത്താണത്. അതെന്താണെന്ന് പറയാൻ കഴിയില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതായി പോകും, സ്പോയിലറായി പോകും. അതുകൊണ്ട് പറയുന്നില്ല. പക്ഷേ അത് ടീസറും ട്രെയിലറിലും എല്ലാം തന്നെ അത് വ്യക്തമാണ്. അപ്പോൾ അതിൻ്റെ ടാർഗറ്റഡ് ഓഡിയൻസിലേക്ക് തന്നെ അത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ടിക്കറ്റ് ബുക്കിംഗ് സ്റ്റാറ്റസ് എല്ലാം നോക്കിയപ്പോൾ ഇന്ന് സിനിമ റിലീസായ ദിവസം തന്നെ എല്ലാ ഷോസും ഹൗസ്ഫുള്ളായിട്ടാണ് ഇവിടെ കോട്ടക്കൽ ഏരിയയിലൊക്കെ കണ്ടത്. ഇപ്പോൾ നാളത്തെ ശനിയാഴ്ചത്തെ എല്ലാ ഷോസും ഇപ്പോൾ തന്നെ റെഡ് മാർക്കിൽ വന്നിട്ടുണ്ട്. എല്ലാം ഹൗസ്ഫുള്ളാണ്. ഞായറാഴ്ച നോക്കിയപ്പോൾ അതും ഒരുവിധം എല്ലാം ഫില്ലായിട്ടുണ്ട്. ഇപ്പോഴും ടിക്കറ്റ് കിട്ടാനില്ല. സോ സിനിമ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഷോ മുതൽ തന്നെ ഹൗസ്ഫുള്ളായിട്ട് പോകുന്നു. ഒരു സിനിമ അങ്ങനെ പോകുന്നു എന്നൊക്കെ കാണുമ്പോൾ, അത്രയും ക്രൗഡിൻ്റെ ഇടയിൽ ഇരുന്ന് ആ സിനിമ കാണുമ്പോൾ കിട്ടുന്ന കിക്ക് ഭയങ്കരമായിരുന്നു, അൾട്ടിമേറ്റ് ആയിരുന്നു. എന്തായാലും പ്രതീക്ഷിച്ചതിനേക്കാൾ മുകളിലൊരു സിനിമ കിട്ടി. അത് ആക്ഷൻ കൊണ്ടോ വയലൻസ് കൊണ്ടോ മാത്രമല്ല, സ്റ്റോറി വൈസും അതിൻ്റെ ഡയറക്ഷൻ വൈസും മേക്കിങ്ങും ആക്ടിങ്ങും പെർഫോമൻസും ഒരുപാട് പുതിയ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട്. പിന്നെ ജഗദീഷ് സിദ്ദീഖ്, അങ്ങനെ ഒരുപാട് സീനിയേഴ്സ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളെല്ലാം ഉണ്ട്. ഓഫ് കോഴ്സ് അവരെല്ലാം ആസ് യൂഷ്വൽ അവരുടെ പെർഫോമൻസ് എല്ലാം ബെസ്റ്റാണ്, പെർഫെക്റ്റാണ്. അപ്പോൾ സ്റ്റോറി വൈസും അതിൻ്റെ ഡയറക്ഷൻ വൈസും മേക്കിംഗ് വൈസും പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ടു ഉണ്ണി മുകുന്ദൻ്റെ ആക്ടിങ് വൈസും, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആക്ടിങ് വൈസും മ്യൂസിക്, ഫൈറ്റ് കൊറിയോഗ്രാഫി എല്ലാം ബ്രില്യൻ്റായിട്ട് എല്ലാം വന്നിട്ടുണ്ട്, പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. സോ 2024 ഇതുവരെ കണ്ട മലയാള സിനിമകളിൽ വെച്ചിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട, ഇതിനു മുമ്പ് ഇഷ്ടപ്പെട്ട ഈ ഭ്രമയുഗം അല്ലെങ്കിൽ മുറ പോലത്തെ സിനിമകൾ, ഗൽബ്, ഇതൊക്കെ ഇഷ്ടപ്പെട്ട ഒരുപാട് സിനിമകളാണ്. അതിനേക്കാളൊക്കെ ഏറ്റവും എനിക്ക് ഒരുപാട് അതിനോടൊപ്പം അതിനേക്കാൾ മുകളിലോ മനസ്സിന് തൃപ്തി നൽകിയിട്ടുള്ള, അൾട്ടിമേറ്റ്ലി ഒരുപാട് ഹാപ്പി ആയിട്ടുള്ള ഒരു സിനിമ. ഒരുപാട് ഇഷ്ടപ്പെട്ടു, സജസ്റ്റ് ചെയ്യുന്നു. വയലൻസ് ഉണ്ട് പറയാണ്, പക്ഷേ എങ്കിലും അൾട്ടിമേറ്റ് നിങ്ങൾക്ക് ഇത് സിനിമ കണ്ട ഇത് ആരും നെഗറ്റീവായിട്ട് എവിടെയും പറഞ്ഞു കേട്ടില്ല, ഒന്നും കേട്ടില്ല. ഇതിനകത്ത് ബ്ലഡ് സ്പിൽ ചെയ്യുന്ന സീനുകളുണ്ട്. സോ അത് അറിഞ്ഞുകൊണ്ട് തന്നെ അത് തിയേറ്ററിനകത്തോട്ട് കയറുകയാണെങ്കിൽ അത് എൻജോയ്
ചെയ്യുക. അത് ഇനി അവിടെ തിയേറ്ററിലല്ല ഒന്നും അറിയാതെ തിയേറ്ററിൽ പോയിട്ട് അയ്യോ വെട്ട് കണ്ടേ ഒത്ത് കണ്ടേ അറക്കുന്ന കണ്ടേന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് അങ്ങനത്തെ ഒരു സിനിമയാണ്. അത് ആ കഥയോട് നീതി പുലർത്തുന്നത്. അങ്ങനെ ആ കഥ പറയാൻ പറ്റുള്ളൂ. അതാണ് ആ കഥ. ആ കഥ അങ്ങനെയാണ്. അത് ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ട് തന്നെ, ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട്, ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ അതിൻ്റെ ഡയറക്ഷനും ആക്ടിങ് എല്ലാം വന്നിട്ടുണ്ട്. സോ സൂപ്പർബ്, അടിപൊളി, ഹാപ്പി, 100% ഹാപ്പി. അതിനപ്പുറം ഒന്നും പറയാനില്ല. അൾട്ടിമേറ്റ്. 17ാമത്തെ വയസ്സിൽ മലയാള സിനിമയിലേക്ക് വണ്ടി കയറിയ ആളാണ് ഉണ്ണി മുകുന്ദൻ. ഇപ്പോൾ അദ്ദേഹത്തിന് പ്രായം 37 വയസ്സാണ്. ഈ 20 വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ടും അദ്ദേഹം, ഞാൻ പറയുകയാണെങ്കിൽ മലയാള സിനിമയിൽ പുതിയൊരു സൂപ്പർ സ്റ്റാർ ഇവിടെ ജനിച്ചിരിക്കുന്നു, മാർക്കോ എന്ന സിനിമയിലൂടെ.